ഹായ് നമസ്കാരം. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കാന്ന് വിചാരിക്കണു. ഞാൻ വീട്ടിൽ തന്നെയാണ്. വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റില്ല, വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റില്ല. ഇവിടെ ട്രിപ്പിളാണ് തൃശ്ശൂർ. അപ്പോൾ വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ വണ്ടിയുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, വർക്ക് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇടണമല്ലോ. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗണിൽ കുറേ വണ്ടികൾ, നമ്മുടെ ബസ്സായാലും ലോറിയായാലും പ്രൈവറ്റ് കാറുകളായാലും എല്ലാ വണ്ടികളും ലോക്ക്ഡൗണിൽ കട്ടപ്പുറത്തിരിക്കുകയാണ്. കട്ടപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടികൾക്ക് എന്തെല്ലാം കംപ്ലൈന്റ് വരും. അത് കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അധികമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ. കാണാൻ താല്പര്യമില്ലാത്തവരെ ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം എനിക്ക് പറയാനുള്ളതേ, നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ തീരെ വണ്ടി എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിൻ്റെ ഉള്ളിലത്തെ പാർട്സുകൾക്ക് കുറച്ച് തുരുമ്പിന്റെ അംശങ്ങളൊക്കെ ഉള്ളിൽ സിലിണ്ടർ അതിൽ എവിടെയെങ്കിലൊക്കെ തുരുമ്പിന്റെ അംശങ്ങൾ, പിന്നെ ഓയിലിന്റെ പ്രോപ്പർട്ടീസ് വരെ കുറയാം. വണ്ടികൾ നമ്മൾ സ്റ്റാർട്ടായിട്ട് ആ ഓയിൽ, ലൂബ്രിക്കേഷൻ ഓയിലില്ലേ, അത് ഹീറ്റ് ആയില്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വരെ മാറാം. അതായത് വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് തന്നെ മാറാം. അതായത് ഓയിൽ കട്ടയാവും, അങ്ങനത്തെ കംപ്ലൈന്റുകൾ വരാം. അപ്പോൾ ലൂബ്രിക്കേഷൻ കുറയാം. എഞ്ചിന് നല്ല ലൈഫ് കിട്ടുന്ന എഞ്ചിനായിരിക്കും നിങ്ങളുടെ, പക്ഷെ ഈ കാരണം കൊണ്ട് എഞ്ചിന്റെ ലൈഫ് കുറയാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ടികൾ പരമാവധി ഒരു 3-4 ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഐഡ്ലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ വണ്ടി ഒരിക്കലും റേസ് ചെയ്തിട്ടാ. ഏത് എഞ്ചിനായാലും സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ റേസ് ചെയ്യരുത്. നമ്മളൊരു 1 മിനിറ്റിന്റെ അടുത്ത് ഐഡ്ലിങ്ങിൽ നിർത്താം. നമ്മൾ തീരെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ആയിരുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിൽ 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഐഡ്ലിങ് ഇട്ടാലും കുഴപ്പമില്ല, വളരെ നന്നായിരിക്കും അത്. അപ്പൊ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു 3-4 ദിവസം കൂടുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് അപ്പൊ ബാറ്ററിക്കും നല്ല ചാർജ് കിട്ടും, ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യും, ബാറ്ററിക്ക് ചാർജ് കിട്ടും. അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ, ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ അപ്പൊ 3-4 ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ നടക്കും. അപ്പൊ ആ ഭാഗത്തുള്ള എഞ്ചിന്റെ കംപ്ലൈന്റ് ആയാലും, ലൂബ്രിക്കേഷന്റെ കംപ്ലൈന്റ് ആയാലും, എഞ്ചിന്റെ കൂളന്റ്, വാട്ടർ പമ്പിന്റെ കംപ്ലൈന്റ് ആയാലും, വാട്ടർ പമ്പൊക്കെ നിങ്ങൾക്ക് അറിയാം എപ്പോഴും വെള്ളത്തിലിരിക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ബെയറിങ്ങുകൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബെയറിങ്ങുകൾ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനും എല്ലാ കാര്യത്തിനും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കുലേഷനിൽ അത് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ എഞ്ചിന്റെ പാർട്സുകൾക്ക് എല്ലാത്തിനും ലൈഫ് കിട്ടും. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒരു 3-4 ദിവസം കൂടുമ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആ ബോണറ്റ് ഒന്ന് തുറക്കുക, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലെവൽ നോക്കുക. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഓയിൽ ലെവൽ നോക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് അത് അറിയാൻ തോന്നുന്നു. കാരണം ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഓയിൽ ലെവൽ നോക്കുക, വാട്ടർ ലെവൽ നോക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓയിൽ ലെവൽ നോക്കുക, വാട്ടർ ലെവൽ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബാറ്ററി ടെർമിനലിന്റെ കേസാണ്. ബാറ്ററി ടെർമിനലിന്റെ അവിടെ ക്ലാവ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പെട്രോളിയം ജെല്ലില്ലേ, നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പെട്രോളിയം ജെല്ല് കുറച്ച് അതിന്റെ ടെർമിനലിന് മുകളിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ പരമാവധി നിങ്ങൾ ആ ബാറ്ററി ടെർമിനലിൽ അഴിച്ചിടുക. അതായത് 2 ടെർമിനലും അഴിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അത് പിടിപ്പിക്കുക. ഒരു കാറുകൾ, വലിയ വണ്ടികൾക്ക് കഴിഞ്ഞാൽ 12-13 ആവും, കാറുകൾക്ക് കഴിഞ്ഞാൽ 12-13, 10-11 വരുന്നുണ്ട്. ഈ 2 സ്പാൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് അയച്ച് സിമ്പിളായിട്ട് വീണ്ടും പിടിപ്പിക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇൻ കേസ് ബോണ്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും എലിയോ മറ്റോ കയറിയിട്ട് വയറിംഗ് ഹാർനസ് നശിപ്പിക്കാണ്ടിരിക്കാനുള്ളതൊക്കെയാണ് ഞാൻ പറയണത്. എന്തെങ്കിലും എലിയൊക്കെ കയറി കടിച്ചിട്ട് കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ ഇൻബിൽഡ് അതിൽ പിടിപ്പിച്ചിട്ട് ഷോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വയർ അയച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ല. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കണ വണ്ടിയാണെങ്കിൽ വണ്ടി വയറിങ്ങൊക്കെ നമ്മുടെ ടെർമിനലൊക്കെ അയച്ചിടുക. അപ്പോൾ വയറിങ്ങിന് എന്തെങ്കിലും എലിയോ മറ്റൊക്കെ അടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റിസ്ക് ഇല്ല. ഈ വേറെ ഷോർട്ടേജ് ഒക്കെ വന്നില്ലെങ്കിൽ ആ വയർ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തം ഷോർട്ട് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ബോണ്ട് തുറക്കുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി കയറിയിട്ട് നോക്കുക, വയർ വല്ലതും കടിച്ചോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വയറിങ്ങിലൊക്കെ മാറ്റാൻ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബോണ്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് പൊന്തിച്ച് നോക്കുക, എലിയെ തുറപ്പാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കുക. അടുത്ത പറയാനാടാ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റിപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ വണ്ടി കുറേ നാൾ ഉപയോഗിക്കാണ്ട് നമ്മൾ വെക്കുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും ഹാൻഡ് ബ്രേക്കിൽ വണ്ടി ഇടരുത്. കാരണം ബ്രേക്ക് അതിൽ ജാമാവുള്ള നല്ല ചാൻസ് ഉണ്ട്. ഹാൻഡ് ബ്രേക്കിൽ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസാവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നല്ലെങ്കിൽ ഡ്രമ്മില് ലൈനർ ഒട്ടി പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഡിസ്കിലാന്ന് കഴിഞ്ഞാൽ പാഡ് ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ആ സിസ്റ്റം തന്നെ നമ്മൾ വർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിലീസായെന്ന് വരില്ല, ബ്രേക്ക് ജാം വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വണ്ടി പോവില്ല.
ഒന്നും ചെയ്യണ്ട. വണ്ടി ജസ്റ്റ് ഒരു ഫസ്റ്റ് ഗിയറിലിടാ, അല്ലെങ്കിൽ ഏതെങ്കിലും റിവേഴ്സ് ഗിയറിലിടാ. എന്നിട്ട് നമ്മള് വണ്ടിയുടെ ചക്രത്തിന് ഫ്രണ്ടിൽ എന്തെങ്കിലും ഇഷ്ടിക മരക്കഷ്ണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വണ്ടി ഉരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ചെയ്താൽ മതി. ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ ഒരിക്കലും ഇടരുത്. ഇപ്പൊ ഇൻ കേസ് ഞാൻ കാറിന്റെയും വലിയ വണ്ടികളും കേസ് പറയാടാ. കാറിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് സാധാ പോലെ വെച്ചാൽ മതി. ഗിയറിലിട്ട് കട്ട വെക്കുക, ഏത് വീലിന്റെ അവിടെ കട്ട ഉരുളാണ്ടിരിക്കാൻ വെക്കുക. ഈ ബസ് വലിയ വണ്ടി എയർ ബ്രേക്ക് സിസ്റ്റം ഉള്ള വണ്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് സാധാ നമ്മൾ നോബില് റിലീസ് ചെയ്യുന്ന പോലെ റിലീസ് ചെയ്യുക. എല്ലാവർക്കും അറിയണ പോലെ കുറെ നാൾ വണ്ടി എടുക്കുമ്പോൾ എയർ ഇറങ്ങിപ്പോകും. ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക് പുതിയ ന്യൂജൻ വണ്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇട്ടാൽ മാത്രമേ അത് ഇതാവുള്ളൂ, ഓട്ടോമാറ്റിക്കലി ജാം ആവുള്ളൂ. ഇട്ടില്ലെങ്കിൽ ജാം ആവില്ല. പക്ഷെ പഴയ വണ്ടികളിൽ എയർ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജാം ആവുന്ന ഒരു പ്രക്രിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാം, വണ്ടി പണിയണവർക്ക് അറിയാം. ഹാൻഡ് ബ്രേക്ക് സിലിണ്ടറിന്റെ ആ 24 നട്ട് ഇന്ന് 2 ലൂസ് ചെയ്ത് വെക്കുക ബാക്കിലത്തെ. എന്നിട്ട് വണ്ടി കട്ട വെച്ചിട്ട് ഉരുളാണ്ടിരിക്കും ഗിയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ട വെച്ച് നിർത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കുറെ നാൾ കഴിഞ്ഞ് വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകുമ്പോൾ കുറെ പേർക്ക് അനുഭവപ്പെട്ടുള്ള കാര്യവും വണ്ടി നീങ്ങുണ്ടാവില്ല. പ്രത്യേകിച്ച് ലോറി ബസ്സൊക്കെ എടുക്കണവർക്ക് അറിയാം, വണ്ടി നീങ്ങുന്നില്ല. ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്താലും റിലീസ് ആവാത്തൊരു അവസ്ഥ വരും. അപ്പൊ കുറെ പണി വിടർ വീലൊക്കെ അയക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ പണിയൊക്കെ വിടറുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അത് വണ്ടി നീക്കാനുള്ളൊരു ഇതിലേക്ക് ആക്കേണ്ട വരാം. അപ്പൊ അതൊന്നും അതിനൊന്നും ഇടവരുത്തുണ്ടാവുക. ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക, ഏതെങ്കിലും കട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഗിയറിൽ ഇട്ടിട്ട്, ഏതെങ്കിലും ഗിയറല്ല ഫസ്റ്റോ അല്ലെങ്കിൽ റിവേഴ്സോ, അപ്പൊ നല്ല പിടുത്തം കിട്ടും. അപ്പൊ ആ ഗിയറിലിട്ടിട്ട് നമ്മൾ വണ്ടി ഒന്ന് ഉരുളാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കാടാ. അപ്പൊ അതാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് എപ്പോഴും റിലീസ് ചെയ്ത് വെക്കാടാ. ഓക്കെ, ഇനി അടുത്ത് പറയണത് നമ്മളെ കൂടി പേഴ്സണൽ ഹൈജീനിന്റെ കാര്യമാണ് പറയണത്. അതായത് കാറുകളിലൊക്കെ കുറെ നാള് നമ്മള് മഴക്കാലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മുകളിൽ ഇങ്ങനെ ഫംഗസ്, ഇങ്ങനെ വെള്ള സാധനങ്ങൾ, ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ആരോഗ്യത്തിനോട് ഹാനികരാണ്. പ്രത്യേകിച്ച് AC യൂസ് ചെയ്ത് ഓടിക്കണവരൊക്കെ അങ്ങനത്തെ ഫംഗസ് ഒക്കെ മുകളിൽ ചെറുതായിട്ട് നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല. ഫംഗസ് ഒക്കെ നമ്മളെ AC വെന്റെ അവിടെയും പിന്നെ മുകളിൽ അപ്പോൾസ്റ്ററിയും സീറ്റിന്റെ അടിയിലും ഇവിടെയൊക്കെ ചെറിയ ഫംഗസുകളൊക്കെ രൂപപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കൂടുമ്പോൾ വണ്ടി ഒന്ന് ഉള്ളൊന്ന് നന്നായി ക്ലീൻ ചെയ്യുക, പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ അല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. വണ്ടി കഴുകുക, സൂക്ഷിക്കുക, അത്രയും നല്ല രീതിയിൽ കൊണ്ടുനടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നേരത്തെ പറഞ്ഞാല് ഒന്ന് കൂട്ടിച്ചേർക്കാടാ. അതായത് ഈ വെയിലൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കാറിന്റെ ഗ്ലാസ് പരമാവധി തുറന്നിടുക, കുറച്ചു നേരം തുറന്നിടുക, എന്നിട്ട് അടച്ചോ കുഴപ്പമില്ല, ഒന്ന് തുറന്നിടുക. അപ്പോ നല്ല പുറത്തത്തെ എയറും ഒക്കെ ഉള്ളില്, കാറിന്റെ ഉള്ളിൽ ഒരു ഫൗൾ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. പുറത്തത്തെ എയറൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോ. അല്ലാണ്ട് കുറെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളിലൊരു ഫൗൾ സ്മെല്ല് വരും. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ പോർച്ചിലാണ് കാറ് ഇടണോരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കാർ കവർ യൂസ് ചെയ്യരുത് കേട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ കവർ യൂസ് ചെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ നമ്മൾ കുറെ കാലം ഇടുമ്പോൾ ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ വന്ന് പെയിന്റിലേക്ക് വന്ന് ഒരയാൻ കാറ്റൊക്കെ വരുമ്പോ കവറാണെങ്കിൽ അപ്പോ ആ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരെ അതില് ഉറഞ്ഞിട്ട് നമ്മളെ പെയിന്റിന് നാശാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴച്ചാറ്റിൽ വന്നിട്ട് ഈ കവറിന്റെ എന്തായാലും കവറിന്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാവും. മഴച്ചാറിൽ വന്നിട്ട് കവറിന്റെ ഗ്യാപ്പിലൂടെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഇന്റേണൽ, അതായത് ഏതെങ്കിലും ജോയിന്റ് പാർട്സില് ഈ വെള്ളത്തിന് അംശിരിക്കും. അത് നമുക്ക് കാണാനും പറ്റില്ല. നമ്മൾ കവർ ഇട്ട് കഴിഞ്ഞാൽ ആ അംശത്തിന് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ടൈം വളരെ കൂടുതലാണ്. അപ്പൊ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. കാർപോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കവർ യൂസ് ചെയ്യണ്ട. പൊടി പിടിച്ചാലും ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ നഷ്ടത്തിലേക്കാണ്. പുറത്തിപ്പോ പോർച്ചില്ല, പുറത്തൊക്കെ കിടക്കണ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വേറെ മാർഗമില്ല. പോർച്ചുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കവർ യൂസ് ചെയ്യരുത് കേട്ടോ. ഇത്ര ചെറിയ ചെറിയ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് ഡോറിന്റെ ഹിഞ്ചസിന്റെ ആ ഭാഗത്ത്, നമ്മളെ അടിയിലത്തെ ആ ഭാഗമില്ലേ, റണ്ണിങ് ബോർഡിന്റെ ആ ഭാഗത്തൊക്കെ മഴത്തിന്റെ അംശം, ആ ജോയിന്റുകള്, അപ്പൊ അതൊക്കെ ഈ ഈർപ്പത്തിന്റെ അംശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു മെയിൻ കാര്യമാണ്, വണ്ടിയുടെ മെയിൻ ഘടകമാണ് നമ്മുടെ ടയറിന്റെ ലൈഫ്, ടയറിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മള് വണ്ടി, ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ടയറിന്റെ കണ്ടീഷനൊക്കെ ഇതാവണമെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊസിഷനൊക്കെ മാറ്റിയിടുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോ കാറുകളിലായാലും വലിയ വണ്ടികളിലായാലും ഒരേ പൊസിഷനിൽ കുറെ നേരം ആ ടയറിന്റെ ആ പൊസിഷനിൽ വണ്ടിയുടെ വെയിറ്റ് ഫുൾ അടിയിലേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ആ ഭാഗത്തൊരു അൺഈവൻനെസ് നമുക്ക് ഫീൽ ചെയ്യും.
പിന്നെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂട്ടാ, നമ്മൾ കുറെ നാള് ഇട്ട വണ്ടി ഓടിക്കുമ്പോ ഒരു ബമ്മി ഫീലിംഗ് വരും. അതായത് വണ്ടി ഓടുമ്പോ ഇങ്ങനെ നമുക്കൊരു എന്താ പറയാ, ഇങ്ങനെ ആക്ട് ചെയ്യണ പോലെ, നമ്മളിങ്ങനെ ആവണ പോലെ തോന്നും. അതൊന്നും വേറെ ഒന്നല്ല, ടയറ് അവിടെ അണ്ണീവൻ ആവണ സ്ഥലത്ത് കോണ്ടാക്ട് വരുമ്പോ ആ ഒരു ചാട്ടം നമുക്ക് ഫീൽ ചെയ്യണത് അവിടെ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് വണ്ടി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് ഞാൻ തിരിച്ചൊന്ന് വന്നിട്ട് വീണ്ടും കാർ പൊടിച്ചിട്ടോ. അതായത് ആ ടയറിന്റെ കിടന്ന പൊസിഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ വലിയ വണ്ടികളാണ്, ബസ്സും ലോറിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും നാൾ നമ്മൾക്ക് എടുക്കുമ്പോൾ ആ വണ്ടിയുടെ ചേസുമേ അല്ലെങ്കിൽ ബാക്കിൽ ചില ലീലൻ്റെയൊക്കെ ബാക്കിൽ ബമ്പർ ഉണ്ടാവും. ആ ബമ്പറും ഒരു ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രൂ ജാക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ചേസ് ഒന്ന് ലോഡാക്കി കൊടുക്കുക. അതായത് ടയറമ്മയ്ക്ക് അധികം വെയിറ്റ് ആക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ടയറിന്റെ ലൈഫും കൂടും. പിന്നെ ഈ ബമ്പി വീലിംഗ് ഒന്നും നമുക്ക് എടുക്കില്ല വണ്ടിയിൽ. അതായത് ഇങ്ങനെ ചാട്ടം കാര്യങ്ങളും എടുക്കില്ല. ടയറിന്റെ കേസ് ഫലം കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ടയർ ലൈഫ് എന്തായാലും നിങ്ങൾക്ക് നന്നായി കിട്ടും. അപ്പോൾ ലോക്ക്ഡൌണിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങൾ അധികം ഞാൻ വീഡിയോ വലിച്ചിട്ടുണ്ടല്ലേ, കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി ഒരിക്കലും നശിക്കാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലോക്ക്ഡൌൺ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി സാധാ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അധികം ക്യാഷ് ഒന്നും ചിലവാക്കേണ്ടി വരില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ചെറിയൊരു പോയിന്റാണ്. അതായത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈപ്പർ ബ്ലേഡൊക്കെ നമ്മളൊന്ന് പൊക്കി വെക്കാം. നമുക്കറിയാം വൈപ്പർ ബ്ലേഡ് ഇങ്ങനെ താത്താനും പൊക്കാനൊക്കെ കാർ കഴുകുമ്പോൾ അറിയാം. അപ്പോൾ അതൊന്ന് പൊന്തിച്ച് വെക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. വൈപ്പർ ബ്ലേഡ് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ചില്ലുമ്മയ്ക്ക് അതിൻ്റെ ഇതൊന്നും എടുക്കില്ല, നമ്മൾ ഉപയോഗിക്കണില്ല എന്തായാലും. അപ്പോൾ ഒന്ന് പൊന്തിച്ച് വെക്കുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ വിൻഷീൽഡിൽ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക, ചില്ലൊക്കെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അത് ഹാർഡാവാനുള്ള ഇത് കുറയും. നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ വൈപ്പർ ബ്ലേഡ് ഹാർഡായിട്ട് നമുക്കത് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങൾക്കറിയാം, ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചില്ലുമ്പോൾ വെള്ളം തുടങ്ങില്ല, വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുള്ളൂ, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് പോവില്ല. അപ്പോൾ ഹാർഡാവാണ്ടിരിക്കാതെ എന്തായാലും വർക്ക് ചെയ്യണം. റബ്ബറാണ് സംഭവം വൈപ്പർ ബ്ലേഡിൻ്റെ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് നമ്മൾ ചില്ലിമിക്ക് അല്ലെങ്കിൽ വിൻഷീൽഡിൽ വാട്ടർ ഉണ്ടാവും എല്ലാവരും വണ്ടിയിൽ, അതൊന്ന് ഇതാക്കുക. അല്ലെങ്കിൽ വലിയ വണ്ടിയിൽ ചില്ലിക്ക് വെള്ളം ഒഴിച്ചൊന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ സെൽഫ് മോട്ടറിന് നമ്മുടെ വൈപ്പർ മോട്ടറിന് നല്ലതാണ്, വൈപ്പർ ബ്ലേഡിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഭൂരിഭാഗം വണ്ടികളിൽ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൽ എണ്ണ തീരുണ്ടാവില്ല, പെട്രോൾ ഉണ്ടാവില്ല. ഉപയോഗിക്കണില്ല, പിന്നെ പെട്രോൾ അടിക്കണുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പരമാവധി കഴിയുന്നു ഫുൾ ടാങ്ക് അടിച്ചെങ്കിൽ ഒരു അര ടാങ്ക് ആണെങ്കിലും നിങ്ങൾ ഒരു ഫ്യൂല് അല്ലെ ബൈക്കിലാന്ന് കഴിഞ്ഞാൽ പെട്രോള് അല്ലെങ്കിൽ വലിയ വണ്ടി ഡീസൽ പെട്രോൾ നിങ്ങളുടെ വണ്ടിയുടെ ഏതാണ് ഫ്യൂല് അതൊന്ന് ടാങ്കിൽ നിറച്ചിടുക. ഫുൾ ടാങ്ക് നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹാഫ് ടാങ്കിൽ നിങ്ങൾ നിറച്ചിടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പ് പരമാവധി പുറത്തുനിന്ന് ഒന്നും കിടക്കാണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ആണോ നോക്കുക. കേടായി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈർപ്പം കാര്യങ്ങളൊന്നും ടാങ്ക് അങ്ങനെ കയറില്ല. പിന്നെ ഫ്യൂവൽ ലൈനും നല്ലതാണ്. എല്ലാം കൊണ്ടും ആ ഫ്യൂവൽ ലൈനും ടാങ്കിന് തുരുമ്പ് പിടിക്കാൻ എല്ലാം കൊണ്ടും ടാങ്കിൽ ഫ്യൂവൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കാരണം എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഇതിനെ വെറുതെ അടിച്ചെറിഞ്ഞ് ചിന്തിക്കരുത്. അത് നമ്മുടെ വണ്ടിക്ക് നല്ലതാണ്. അങ്ങനെ ഫ്യൂവൽ അത്രമാത്രം ഫ്യൂവലൊന്നും ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല. പെട്രോൾ ആണെന്ന് കഴിഞ്ഞാൽ വരെ ആണ് കൂടുതലും ഇവോപ്പറേറ്റ് ചെയ്തത്. ഡീസലാന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് കുറേ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ കിടന്നോളും. ഒരു ചെറിയൊരു അംശമാണ് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ആ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന പെട്രോളിൻ്റെ കാശ് നിങ്ങൾ നോക്കണ്ട. കാരണം മറുഭാഗത്ത് നിങ്ങൾക്ക് ഈ ചില കാര്യങ്ങൾ ലാഭമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഫുൾ ടാങ്ക് അല്ലെങ്കിൽ അര ടാങ്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട അധികം. ഞാൻ വിചാരിച്ചത് ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് എടുക്കണത് ഇപ്പോൾ പറയാനാണ്. എനിക്കറിയാം ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അടുപ്പിച്ച് കാണുമ്പോൾ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട്, അതായത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ എടുക്കുമ്പോൾ, അതായത് വണ്ടി പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടാ. അപ്പം എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട അപ്പം തന്നെ നിങ്ങൾക്ക് മുകളിലൊരു സാധനം കാണും, നമ്മുടെ ഡ്രസ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക, അല്ലെങ്കിൽ വണ്ടി പ്രാന്തമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഐ ഡി ഫോളോ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ എന്നുകൊണ്ട് ഇപ്പോൾ പരമാവധി ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം വന്ന മെസ്സേജുകൾക്ക്. കാരണം നിങ്ങൾക്ക് അറിയാം നമുക്ക് വർക്ക്ഷോപ്പാണ്,
അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെ കാര്യം കുറെ റിപ്ലൈ ഒക്കെ തരാൻ ഇത്തിരി ലേറ്റ് ആയി. എന്നാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ചോദിക്കാട്ടാ. വേറെ ഒന്നുമില്ല, വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സേഫ് ആയിട്ട് ഇരിക്കുക എല്ലാവരും.